അപ്പോൾ ഇനി പീരിയഡ്സ് ആവാനിരിക്കുന്നവർക്കോ അല്ലെങ്കിൽ ഫസ്റ്റ് ടൈം ആയവർക്കോ മേ ബി പറയാറുണ്ട്. കാരണം നമുക്ക് ആ ഒരു ടൈമിൽ എനിക്ക് താഴെ എന്തോ നനവ് ഫീൽ ചെയ്തു. അപ്പോഴും എനിക്ക് ഇത് നോർമലാണ് എല്ലാ. ഹേ ഗായ്സ്, ആൻഡ് വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇപ്പോൾ ഇന്ന് നമ്മുടെ ഒരു വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അടുത്തൊരു കുട്ടി കമൻറ്റ് സെക്ഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ഫസ്റ്റ് പീരിയഡ് എക്സ്പീരിയൻസ് പറയുമെന്ന് ചോദിച്ചിട്ട്. എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ ഇതിന് മുന്നേ എൻ്റെ പീരിയഡ് സ്റ്റോറിയോ സംതിങ് എന്തെങ്കിലും ഷെയർ ചെയ്തിട്ടുണ്ടോ. സോ ഐ ജസ്റ്റ് തോട്ട് ഓക്കെ, എനിവേ നമുക്കത് ഫിലിം ചെയ്യാം. അപ്പോൾ ഇനി പീരിയഡ്സ് ആവാനിരിക്കുന്നവർക്കോ അല്ലെങ്കിൽ ഫസ്റ്റ് ടൈം ആയവർക്കോ മേ ബി അറിയാൻ ആഗ്രഹം ഉണ്ടാവും മറ്റൊരു കുട്ടിയുടേത് എങ്ങനെയായിരുന്നു. ആൻഡ് മേ ബി ആവാനിരിക്കുന്നവർക്ക് ജസ്റ്റ് അതൊരു ലൈക്ക് എങ്ങനെയൊക്കെ ആയിരിക്കാം, എന്തൊക്കെ ശ്രദ്ധിക്കാം എന്നൊക്കെ ഏതെങ്കിലുമൊക്കെ ടിപ്സ് കിട്ടിയാലോ എന്ന് ഓർത്തിട്ടും ആകാം. സോ നമുക്ക് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. സോ ഞാൻ വീഡിയോയിലേക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഒരു കാര്യം പറയാം. എന്തെങ്കിലും എക്സ്ട്രാ നോയ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇഗ്നോർ ചെയ്യുക. എനിക്ക് മൈക്കില്ല, അൺഫോർച്ചുനേറ്റ്ലി ഞാൻ മൈക്ക് ഇതുവരെ വാങ്ങിയിട്ടില്ല, എനിക്ക് ഒരെണ്ണം വാങ്ങണം. ആൻഡ് ബാക്കിൽ നിന്ന് നമുക്ക് പട്ടികളുടെ സൗണ്ട് കേൾക്കാം, ഇവിടെ ഫ്രണ്ടിൽ നിന്ന് എവിടെ നിന്നോ കുറച്ച് കിളികളുടെ ഒച്ച കേൾക്കാം. അപ്പം അതൊക്കെ ഒന്ന് ജസ്റ്റ് ഇഗ്നോർ ചെയ്ത് വിടാം. ഓക്കെ, അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഈ സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ അല്ലെങ്കിൽ ഈ ഒരു തിങ് എൻ്റെ ഫസ്റ്റ് പീരിയഡ്സ് ആവുന്ന ടൈമിൽ ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. കറക്റ്റ് ഏജ് എനിക്ക് ഓർമ്മയില്ല, ലൈക്ക് 14 or 13 സംതിങ് അതങ്ങാണ്ടായിരുന്നു. കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല, എന്നാലും 8ലാണ് ഞാൻ പഠിക്കുന്നത്. ഞാനെന്ന് പറയുമ്പോഴത്തേക്ക് എനിക്കിങ്ങനെ ലൈക്ക് ഇതിനെപ്പറ്റി ഞാൻ ഓൾറെഡി എന്താ പറയുക അറിഞ്ഞിട്ടുള്ളൊരു വ്യക്തിയാണ്. എന്താണ് പീരിയഡ്സ് എന്ന് അറിയാം, ലൈക്ക് എങ്ങനെയാണെന്ന് അറിയാം, പക്ഷെ കംപ്ലീറ്റ് ആ ഒരു രീതി അറിയില്ലെങ്കിൽ കുറച്ചറിയാം. കാരണം ഞാനെന്ന് പറഞ്ഞാൽ എനിക്ക് ഒത്തിരി ഗേൾ ഫ്രണ്ട്സോ കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ നമുക്ക് ആരുടെ അടുത്തും ചോദിച്ച് മനസ്സിലാക്കാനോ അങ്ങനത്തെ ഒരു ഇതില്ല. എങ്ങനെയാണ്, എന്താണ്, ഏതാണെന്നൊന്നും ചോദിച്ച് മനസ്സിലാക്കാറില്ല. പക്ഷേ എങ്കിൽ പോലും ഞാനൊരു സ്റ്റേറ്റ് സ്കൂളിലാണ് പഠിച്ചത്. ആ ഒരു ടൈമിൽ എന്നൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്കൂളിൽ നമ്മൾ ടോയ്ലറ്റിലൊക്കെ പോകുന്ന ടൈമിൽ നമുക്ക് പാർട്സ് കാണാൻ പറ്റും. ലൈക്ക് നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മദ്രസ പഠിച്ചത്, ഞാൻ മുസ്ലിമാണ്. അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മൾ മദ്രസ പോകുമല്ലോ കുഞ്ഞായിരിക്കുമ്പോൾ. അപ്പോൾ മദ്രസ പോകുന്ന ടൈമിലും ഇതിനെപ്പറ്റി ക്ലാസ്സിൽ പറയാറുണ്ട്. കാരണം നമുക്ക് ആ ഒരു ടൈമിൽ നോമ്പെടുക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ആ ഒരു ടൈമിൽ നമ്മൾ ശുദ്ധിയല്ല, പിന്നെ അത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ശുദ്ധിയാവണം എന്നുള്ളൊരു കുറച്ചൊരു ടോക്സ് വരുമ്പോഴത്തേക്ക് ഓൾറെഡി ഞാൻ അതിനെപ്പറ്റി എഡ്യൂക്കേറ്റഡ് ആണ്. സോ എനിക്ക് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷേ എങ്കിൽ പോലും കുറേ കാര്യങ്ങൾ എനിക്ക് അറിയത്തില്ലായിരുന്നു. ലൈക്ക് കുറേ കാര്യങ്ങൾ എനിക്ക് അറിയത്തില്ലായിരുന്നു. അന്നേരം പിന്നെ കുറേ ഫ്രണ്ട്സിനും ഞാൻ കണ്ടിട്ടുണ്ട്. 6th മുതൽ ആ സ്കൂളിൽ പഠിച്ചു വരുന്നതുകൊണ്ട്, സ്റ്റേറ്റ് സ്കൂളിൽ ഞാൻ പഠിച്ചുകൊണ്ട് കുറേ പേർക്ക് ഈ വയറുവേദന വരുമ്പം ഞങ്ങൾ വേഗം ഇങ്ങോട്ട് പോകുന്നു. അതുപോലെ ചിലർ വയറുവേദന വന്ന് ഹോസ്പിറ്റലിൽ പോകുന്നവരുണ്ട്. ആൻഡ് ചിലർക്ക് പാടില്ലാണ്ട് വരുമ്പോൾ നമ്മൾ വെളിയിൽ കട പോയി പാട് വാങ്ങുന്ന ഒരു സിറ്റുവേഷനൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ അതൊക്കെ ആയിട്ട് നോർമലി തന്നെ ക്ലാസ്സിൽ നോർമലി നമുക്ക് അറിയാവുന്ന ഒരു കേസാണ്. ആൻഡ് ആർക്കൊക്കെ പീരിയഡ്സ് ആയി ആർക്കൊക്കെ പീരിയഡ്സ് ആയിട്ടില്ല എന്നൊന്നും എനിക്കറിയത്തില്ലായിരുന്നു ആ ടൈമിൽ. കാരണം അതൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാൾ ചോദിക്കാൻ മടിയുള്ളതോ അല്ലെങ്കിൽ പറയാൻ മടിയുള്ളതോ ആയിട്ടുള്ളൊരു കാര്യമാണ്. മോസ്റ്റ് ഓഫ് ദി ഗേൾസ് എന്ന് വേണമെങ്കിൽ പറയാം, എല്ലാവരും പറയണമെന്നില്ലല്ലോ. ആൻഡ് ഞാൻ 8ൽ പഠിക്കുമ്പോഴാണ് എനിക്ക് പീരിയഡ്സ് ആവുന്നത്. അതിൻ്റെ റീസൺ ഞാൻ പറയാം, റീസൺ അല്ലാതെ എങ്ങനെയാണെന്ന് ഞാൻ പറയാം. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ എനിക്ക് 8ൽ വെച്ചിട്ടാണ് പീരിയഡ്സ് ആയെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റോറി ഞാൻ പറയാം, എങ്ങനെയായിരുന്നു എന്താണെന്നൊക്കെ. ഞങ്ങളിങ്ങനെ വീട്ടിലിരിക്കുന്ന ഒരു ടൈമിൽ എൻ്റെ മുച്ചിയുടെ ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു വീട്ടിൽ. ഞാൻ പേരോ ഒന്നും എടുത്ത് മെൻഷൻ ചെയ്ത് പറയുന്നില്ല, മേ ബി അവർ വീഡിയോ കാണുന്നതായിരിക്കാം. ഐ ഡോണ്ട് നോ അവർക്ക് ഓക്കെ ആണോ എന്താണെന്ന് നമുക്ക് അറിഞ്ഞൂടല്ലോ. സോ അതൊക്കെ ഇഗ്നോർ ചെയ്ത് വിടാം. അപ്പോൾ വീട്ടിലിരിക്കുന്ന ഒരു ടൈമിൽ ഇങ്ങനെ അമ്മച്ചിയുടെ ഫ്രണ്ട് വന്നപ്പോഴത്തേക്കും നമ്മളിങ്ങനെ നോർമൽ ടോക്ക് സംസാരിച്ച് വന്നപ്പോഴത്തേക്കും ഞാനും ആളുടെ മോളും ഏകദേശം സെയിം ഒരു ഏജാണ്. പിന്നെ അതുപോലെ നമുക്കറിയാവുന്ന നിയറസ്റ്റ് ആയിട്ടുള്ള കുറച്ച് പിള്ളേരും ഒക്കെ ഏകദേശം സെയിം ഏജ് ആയിട്ടുള്ളവരാണ്. 1-2 വയസ്സിന് വ്യത്യാസമൊക്കെ ഉള്ളൂ. അപ്പോൾ പൊതുവേ എല്ലാവർക്കും പീരിയഡ്സ് ആയി. ഐ തിങ്ക് എനിക്ക് മാത്രം ഒരു ഇതിലായിട്ടില്ലാത്തുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ 13-14 നമുക്ക് പീരിയഡ്സ് എന്ന് പറയുമ്പോഴത്തേക്കും 15 വയസ്സെന്നുള്ളൊരു ഇത് ആണ്, ഐ തിങ്ക് സോ. ആൻഡ് അപ്പോൾ ആ ഒരു ടൈമിൽ എനിക്ക് മാത്രം കണ്ടാണ് ആവാത്തുള്ളൂ. അപ്പോൾ നമ്മളിങ്ങനെ നോർമൽ കോൺവെർസേഷൻ വന്ന ടൈമിൽ ഇങ്ങനെ പറയണ്ടായി ഓക്കെ ആയില്ല എന്നുള്ളൊരിത്. അപ്പോൾ ഇങ്ങനെ ഞങ്ങൾ നോർമൽ കോൺവെർസേഷനിൽ വന്നു. അപ്പോൾ ആ ടൈമിൽ ഇങ്ങനെ പീരിയഡ്സ് ആയില്ല എന്നുള്ളൊരു ടോക്ക് വന്നു. ആൻഡ് അവർ പോകുന്നതിന് ഈ ഒരു കോൺവെർസേഷൻ കഴിഞ്ഞ് ഒരു കുറച്ച് മിനിറ്റ്സ് കഴിയുമ്പോഴത്തേക്കും നിങ്ങളാരും വിശ്വസിക്കില്ലായിരിക്കും, പക്ഷേ എനിക്കെന്തോ എൻ്റെ ബ്രസ്റ്റിൽ നിന്ന് എന്തോ ഉള്ളിൽ നിന്ന് എന്തോ എൻ്റെ ബ്രസ്റ്റിൽ നിന്ന് എന്തോ സക്ക് ചെയ്തെടുക്കുന്ന ഒരു ഫീൽ വന്നു. അതായത് ബ്രസ്റ്റിൽ എന്തോ ഉള്ളിൽ നിന്ന് ഇങ്ങനെ സക്ക് ചെയ്തെടുക്കുന്ന ഒരു ഫീലിംഗ്, ഒരു സീസ് വിയേർഡ് ഫീലിംഗ്. ഇതുവരെ എനിക്ക് ഉണ്ടായിട്ടില്ലാത്തൊരു ഫീല്. അപ്പം ഞാൻ ഇങ്ങനെ എന്നുള്ളൊരു ഇതിൽ ഞാൻ ഇങ്ങനെ നിന്നു. മേ ബി എന്തെങ്കിലും വേറെ ഇഷ്യൂസ് ആവാം, ലൈക്ക് ഹോർമോൺ ചേഞ്ചസ്, ആ ഒരു പ്രായമാണല്ലോ. അപ്പോൾ എന്തായിരിക്കും എന്ന് എനിക്കും അറിയത്തില്ല. ഞാനും അത് ആ ഒരു വഴിക്ക് വിട്ടു. കാരണം നമ്മളവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
അത് കഴിഞ്ഞ് അവർ പോയി കഴിഞ്ഞ ഒരു കുറച്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ലൈക്ക് യാ എനിക്ക് താഴെ എന്തോ നനവ് ഫീൽ ചെയ്തു. അപ്പോഴും അപ്പോഴും എനിക്ക് അറിഞ്ഞൂടാ എനിക്ക് പീരിയഡ്സ് ആയതാണെന്നുള്ളത്. എന്നിട്ട് അവർ പോയ ശേഷം അവർ ഇരുന്ന ടൈമിൽ എനിക്ക് ഇത് ഫീൽ ചെയ്തായിരുന്നു കേട്ടോ. അവർ പോയ ശേഷം ഞാൻ എന്ത് ചെയ്തു, ഞാൻ നേരെ ബാത്റൂമിൽ പോയി. ഞാൻ ഓർത്ത് മേ ബി ഇനി മൂത്രമൊഴിച്ചതാകാം, എനിക്ക് അറിഞ്ഞൂടാ. ഇതിൻ്റെ ഒരു ഫസ്റ്റ് ടൈം ഇതെങ്ങനെയാണെന്ന് നമുക്കറിയത്തില്ല. സോ ടോയ്ലറ്റിൽ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഓക്കെ എനിക്ക് മനസ്സിലായി പീരിയഡ്സ് ആയി എന്നുള്ളൊരു കേസ് എനിക്ക് മനസ്സിലായി. ആൻഡ് കാരണം നമ്മൾ ബ്ലഡ് കാണുമല്ലോ, അപ്പോൾ ആ ഒരു ടൈമിൽ എനിക്ക് മനസ്സിലായി പീരിയഡ്സ് ആയി. ആൻഡ് ഐ ഡോണ്ട് നോ വാട്ട് ടു ഡു നെക്സ്റ്റ്. എന്ത് ചെയ്യണമെന്ന് എനിക്ക് ആ ഒരു ടൈമിൽ അറിയില്ല. ഞാൻ ഒന്നും ചെയ്തില്ല. ഞാൻ നേരെ ബാത്റൂമിൽ നിന്ന് വെളിയിൽ ഇറങ്ങിയിട്ട് ഉമ്മച്ചിയെടുത്ത് പറഞ്ഞു പീരിയഡ്സ് ആയി എന്ന്. ഞാൻ ഉമ്മച്ചിയെടുത്ത് പറഞ്ഞു പീരിയഡ്സ് ആയി എന്ന് പറഞ്ഞു. ബ്ലഡ് വന്നു എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞു ഓക്കെ. ആൻഡ് അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് റിച്വൽസ് ഉണ്ടല്ലോ, ലൈക്ക് ഇപ്പോൾ എന്താ പറയുക, നോർമലായിട്ട് എല്ലാ വീട്ടിലും ചെയ്യുന്ന കാര്യം. എനിക്കറിയില്ല എല്ലാവരുടെ വീട്ടിൽ ചെയ്യുമെന്നുള്ളത്. എൻ്റെ വീട്ടിൽ എൻ്റെ ഉമ്മച്ചി എൻ്റെ അരയിക്കൂടെ എന്തോ സാധനം ഒരു തുണി വെച്ചിട്ട് കെട്ടി തന്നു. ആൻഡ് അതെന്തിനാന്ന് എനിക്ക് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്തോ നടു നേരെ ആവാനോ സംതിങ് അങ്ങനെ എന്തോ ആണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. സോ അങ്ങനെ എന്തോ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു. എനിക്കറിയില്ല അത് എല്ലാവരുടെ വീട്ടിലും ചെയ്യുമെന്നുള്ളത്. എൻ്റെ വീട്ടിലത് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് അത് കഴിഞ്ഞിട്ട് ഉമ്മച്ചിയും പിന്നെ എനിക്കൊരു ക്ലോത്ത് തന്നു. പാർട്സ് ഉണ്ടായിരുന്നില്ല. സോ എനിക്കൊരു ക്ലോത്ത് തന്നു. ക്ലോത്ത് യൂസ് ചെയ്യുന്ന അറിയാമായിരിക്കുമല്ലോ. ക്ലോത്ത് തന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഉമ്മച്ചി വീട്ടിൽ വാപ്ച്ചിനെ വിളിച്ച് പറഞ്ഞു. അപ്പോൾ വാപ്ച്ചി കുറച്ച് നട്ട്സും കാര്യങ്ങളൊക്കെ ആയിട്ട് വീട്ടിലേക്ക് വന്നു. നോർമൽ തിങ്. പിന്നെ പോഷകാഹാരങ്ങളുടെ ഒരു ഇതാണല്ലോ. പിന്നെ റിലേറ്റീവ്സിനെ വിളിച്ച് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഫസ്റ്റ്ലി ആ ഉമ്മച്ചിയുടെ ഫ്രണ്ടിനെ വിളിച്ച് പറയാൻ പറഞ്ഞിട്ട് ഉമ്മച്ചിയുടെ ഫ്രണ്ടിനെയാണ് നമ്മൾ ഫസ്റ്റ് അറിയിച്ചത്, വേറെ റിലേറ്റീവ്സിനെയൊക്കെ അറിയിക്കുന്നതിന് മുന്നേ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഓരോ റിലേറ്റീവ്സിനെയൊക്കെ വിളിച്ച് പറഞ്ഞു. അതിൽ കുറേ പേരൊക്കെ നമുക്ക് വീട്ടിൽ വന്നു. എല്ലാവരും വരുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ കൊണ്ടു തന്നുകൊണ്ടിരുന്നത് മുട്ടയാണ്. ഐ ഡോണ്ട് നോ എന്തിനാണെന്നുള്ളത്. മേ ബി പിന്നെ അങ്ങ് പ്രോട്ടീനും കാര്യങ്ങളൊക്കെ അടിച്ച് കയറ്റണം, അതുകൊണ്ടായിരിക്കണം എല്ലാവരും മുട്ട, ബൂസ്റ്റ് അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ കൊണ്ടു തന്നു. പിന്നെ കുറച്ച് പേരൊക്കെ നമുക്ക് പൈസ തരും, പിന്നെ കുറേ പേരൊക്കെ സ്വർണം തരും. അങ്ങനെ ഒരു ചടങ്ങുകളുണ്ടല്ലോ. ബേസിക്കലി ഞങ്ങൾക്ക് അങ്ങനെ ചടങ്ങ് കാര്യങ്ങളായിട്ടില്ല. നേരെ മറിച്ച് മുസ്ലിംസിൽ തന്നെ വേറൊരു വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്ക് ചടങ്ങുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട്, എൻ്റെ ഫ്രണ്ട്സിനുണ്ടായിരുന്നു, അങ്ങനെ അറിയാം. അപ്പോൾ ചടങ്ങുണ്ട് അവർക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ എല്ലാവരും വിളിച്ചു കൂട്ടി, ഇങ്ങനെ കുളിക്കുന്ന ടൈമിൽ എല്ലാവരും വിളിച്ചു കൂട്ടി, മറ്റേ ഈ പ്രസവമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് കുളിപ്പിക്കില്ലേ, അതുപോലെ കുളിപ്പിക്കും. കുറേ പേര് സ്വർണം കൊടുക്കും. അങ്ങനെ ചടങ്ങുകളൊക്കെ ഉണ്ട്. ഞങ്ങൾക്ക് അങ്ങനെ ചടങ്ങൊന്നും ഉണ്ടായിരുന്നില്ല. നേരെ മറിച്ച് എല്ലാവരും വീട്ടിൽ റിലേറ്റീവ്സ്, അടുത്ത റിലേറ്റീവ്സൊക്കെ വന്ന് ജസ്റ്റ് കുറച്ച് മുട്ടയും അതുപോലെ ബൂസ്റ്റും കുറച്ച് പൈസയും ഒക്കെ എനിക്ക് പേഴ്സണലി തന്നിട്ടേ പോവും. അതായിരുന്നു വീട്ടിൽ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പിന്നെ സ്കൂളിൽ പോയി തുടങ്ങിയ ടൈമിൽ എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം ഞാൻ പറയാം. ഞാനങ്ങനെ ഇതുമായിട്ട് അറ്റാച്ച്ഡ് ആയിട്ടില്ല. നമ്മൾ ഫസ്റ്റ് ടൈം വരുമ്പോൾ നമ്മൾ ആരും ഇതുമായിട്ട് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരാളല്ല. ഇതിൻ്റെ ബ്ലീഡിങ് ലെവൽ എങ്ങനെയാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. പിന്നെ ഞാൻ ഫസ്റ്റ് കുറച്ച് നാൾ ക്ലോത്ത് ആയിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. കുറച്ചധികം എനിക്ക് പാർട്സ് കംഫർട്ടായിരുന്നില്ല. കാരണം നമ്മൾ ഫസ്റ്റ്ലി അല്ലേ യൂസ് ചെയ്യുന്നത്, അതൊക്കെ ആയിട്ട് നമ്മൾ കംഫർട്ടായി വരണം. എനിക്ക് ആ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ആൻഡ് എനിക്ക് ഏത് പാർട്ട് യൂസ് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. ഇഷ്ടംപോലെ പാർട്സ് അവൈലബിൾ ആണല്ലോ. അപ്പോൾ നമ്മൾ ആദ്യം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് സ്റ്റീഫ്രീൻ്റെ ഒരു പാഡായിരുന്നു. അപ്പോൾ അത് കുറച്ചൊരു എന്താ പറയുക, സോഫ്റ്റ് അല്ലാത്തൊരു മെറ്റീരിയലായിരുന്നു. അത് എനിക്ക് കുറച്ച് പേഴ്സണലി ഇഷ്ടപ്പെട്ടില്ല. എനിക്കതുകൊണ്ട് പാർട്സ് യൂസ് ചെയ്യാനൊരു ഇഷ്ടമല്ലായിരുന്നു. എനിക്കറിയില്ല വേറെ പാർട്സ് കിട്ടുമോ എങ്ങനെയാണെന്നും എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. ആൻഡ് അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ വേറെ പാർട്സ് വാങ്ങിച്ചു. അത് കോട്ടൺ ആയിരുന്നു. എൻ്റെ പൊന്നു പട്ടി. അപ്പോൾ വേറെ പാർട്സ് വാങ്ങിച്ച് യൂസ് ചെയ്ത് പിന്നെ അത് നോർമലായിട്ട് പോയി. പിന്നെ സ്കൂളിൽ പോകുന്ന ടൈമായിരുന്നു എനിക്ക് കുറച്ചൊരിത്. എന്നെ ആദ്യത്തെ 2-3 ദിവസം സ്കൂളിൽ കൊണ്ടുവിടും വിളിച്ചുകൊണ്ട് വരുമൊക്കെ ആയിരുന്നു. കാരണം എനിക്ക് ബേസിക്കലി എനിക്ക് വയറുവേദനയോ അല്ലെങ്കിൽ നടുവേദന ഇങ്ങനത്തെ ഒരു അസുഖമോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ. എനിക്ക് പീരിയഡ്സ് ആവുന്ന ടൈമിൽ താങ്ക് യു. ഇപ്പോൾ ഉണ്ട്, നേരത്തെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഒരു ടൈമിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പീരിയഡ്സ് ടൈമിൽ ഞാൻ സ്കൂളിൽ പോകുമ്പോൾ ഞാൻ പറഞ്ഞു ഉമ്മച്ചി കൊണ്ടുവിടും വിളിച്ചുകൊണ്ട് വരുമൊക്കെ ആയിരുന്നു. ഫസ്റ്റ് ആദ്യത്തെ പീരിയഡ്സ് ആയ സമയത്ത് മാത്രം കേട്ടോ, അതല്ലാത്തപ്പോൾ പിന്നെയൊന്നുമല്ല. അപ്പോൾ ബുദ്ധിമുട്ടായിരിക്കുമല്ലോ നമുക്ക്, അതുകൊണ്ടായിരിക്കണം. ആൻഡ് ഒരു ദിവസം എനിക്കിപ്പോഴും ഓർക്കുന്നുണ്ട്, നമ്മൾ സ്കൂളിൽ കളർ ഡ്രസ്സ് ഇട്ട് പോയ ഒരു ദിവസമുണ്ട്. ആ ഒരു ദിവസം ഞാൻ ഒരു പാൻറ്റും ഒരു ഷർട്ടോ ബനിയനോ സംതിങ് എന്തൊക്കെയാണ് ഇട്ട് പോയി തിരിച്ച് ഞാൻ എന്താ പറയുക, ഞാൻ 2 പീരീഡ് മുന്നേ ഒരു ഇൻ്റർവെൽ ഉണ്ട്. അപ്പോൾ ആ ഇൻ്റർവെല്ലിന് ഞാൻ പോയി പാഡ് ചേഞ്ച് ചെയ്തിട്ട് വന്നതാണ് കാര്യം പറഞ്ഞാൽ. പക്ഷേ സ്കൂൾ വിട്ട് ഇറങ്ങിയപ്പോൾ എനിക്ക് എന്തോ ഒരു
എൻ്റെ തൊടയുടെ ഭാഗത്തൊക്കെ ഭയങ്കര ഒരു നനവ് എനിക്ക് ഫീൽ ചെയ്തു. ആൻഡ് എനിക്കൊരു ഡിസ്കസ്റ്റിംഗ് ഫീലായിരുന്നു. എനിക്കറിയില്ല ഇതെന്താ പറ്റിയെന്നുള്ളത്. എന്നിട്ട് ഞാനൊരു കാര്യം ചെയ്തു, കൈ ഉണ്ടല്ലോ, നമുക്ക് ക്ലാസ്സിലിരിക്കുവാണ്, ബോയ്സ് ഉണ്ട്, ഗേൾസ് ഉണ്ട്, എല്ലാവരും ഉണ്ട്. ഞാൻ എന്താ പറയുക, ഒരു ഷോർട്ട് ടോപ്പൊക്കെയാണ് കാര്യം പറഞ്ഞിട്ടേക്കുന്നത്. ഷോർട്ട് ടോപ്പ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ളൊരു ടോപ്പൊക്കെയാണ് കണ്ടിട്ടേക്കുന്നത്. ആൻഡ് ഐം ലൈക്ക്, ഞാൻ പയ്യെ കൈ വെച്ചിങ്ങനെ തൊട്ട് നോക്കിയിട്ട് പയ്യെ കൈ നോക്കിയപ്പോഴേക്ക് ചോര. അയ്യോ, ആ ഒരു അവസ്ഥ ഉണ്ടല്ലോ, നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. കാരണം പീരീഡ്സ് അങ്ങനെ മോശമായിട്ടുള്ള കാര്യമൊന്നുമല്ല. എങ്കിൽ പോലും ലൈക്ക് നമുക്ക് ആ ഒരു ടൈമിൽ നമ്മൾ എന്ത് ചെയ്യണം എന്ന് അറിയാണ്ടായി പോകും. നമുക്കൊരു ഡ്രസ്സുള്ളൂ. ആ പാൻ്റാണെങ്കിൽ ഒരു എന്താ ബ്ലാക്ക് കളറൊന്നും അല്ല, ഒരു വൈറ്റും അല്ല, അതിൻ്റെ ഇടയ്ക്ക് ഉള്ളൊരു കളർ, ഒരു ഗ്രേ കളറോ ഒരു ഷെയ്ഡും കണ്ടായിരുന്നു. അപ്പം ലൈക്ക് ഇനി എന്ത് ചെയ്യും എന്നായിരുന്നു. ഞാൻ ഒന്നും ചെയ്തില്ല. കാരണം ഇഷ്ടം പോലെ പിള്ളേരുള്ള സ്കൂളാണ്. നമ്മൾ വെളിയിൽ ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ഇഷ്ടം പോലെ പിള്ളേർ കാണും. ലൈക്ക് ആൻഡ് ഐ എം ലൈക്ക്, ഞാൻ എൻ്റെ ബാഗിൻ്റെ ആ ഒരു സാധനം ഉണ്ടല്ലോ, അത് താത്തിയിട്ട് നമ്മുടെ ഈ ഇവിടം വരെ വന്ന് കിടക്കും. അപ്പോൾ ആരും ശ്രദ്ധിക്കില്ല. പിന്നെ ആ ഒരു ടൈമിൽ ബാഗൊക്കെ താത്തിയിടുന്നത് ഒരു ഫാഷനായിരുന്നു, അങ്ങനെ താത്തിയിട്ടുകൊണ്ട് പോകുന്നത്. എന്നിട്ട് ഞാൻ നോർമലി പോയി ഉമ്മച്ചി വിളിക്കാൻ വന്നായിരുന്നു. എന്നിട്ട് ഞാൻ ഉമ്മച്ചിയെടുത്ത് പറഞ്ഞു ഇങ്ങനെ ആയി എന്നാണ് തോന്നുന്നത് എന്ന് പറഞ്ഞ് ഞാൻ നേരെ പോയി ബാത്റൂമിൽ പോയി പാൻറ്റൊക്കെ ഊരി കളഞ്ഞ് സെറ്റാക്കി. അപ്പം ഇത് നോർമലാണ്, എല്ലാവർക്കും ഉണ്ടാവും. ഇപ്പോഴും എനിക്ക് സംഭവിക്കാറുള്ള കേസാണ് ലീക്കേജ് വരിക എന്നുള്ളത്. നമുക്ക് പറയാൻ പറ്റില്ല. അത് ചിലപ്പോൾ നമ്മൾ പാട് വെക്കുന്ന രീതി തെറ്റായിട്ടായിരിക്കും, അല്ലെങ്കിൽ ഓവർ ഫ്ലോ ആയിട്ടായിരിക്കാം. പല ഇഷ്യൂസും കൊണ്ട് ലീക്കേജ് വരാറുണ്ട്. അന്ന് എനിക്ക് ഞാൻ പാട് വെച്ച രീതി തെറ്റായിരുന്നു, അതുകൊണ്ടാണ് അന്ന് എനിക്ക് ലീക്കേജ് ഉണ്ടായത്. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നടന്നുകൊണ്ടിരുന്നത്. പിന്നെ ഇതൊരു നോർമൽ തിങ് ആയിട്ടോ. 9th പഠിക്കുമ്പോഴത്തേക്കും നമ്മൾ ചുമ്മാ ടീച്ചേഴ്സിൻ്റെ അടുത്ത് കള്ളം പറഞ്ഞിറങ്ങും. എനിക്ക് എല്ലാ ദിവസവും അല്ല, ആഴ്ചയിൽ ഒരു 2 പ്രാവശ്യമെങ്കിലും എനിക്ക് പീരീഡ്സ് ആവുമായിരുന്നു. കാരണം ഞാൻ ടീച്ചറിൻ്റെ അടുത്ത് പറയും, ടീച്ചർ എനിക്ക് പീരീഡ്സാണ്, വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും മിഠായോ സംതിങ് എന്തെങ്കിലും വാങ്ങാൻ വേണ്ടി പോകുന്നതായിരിക്കും. ഞാൻ പോയി ടീച്ചറിൻ്റെ അടുത്ത് പറയും പീരീഡ്സായി പോകണം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പിള്ളേർക്ക് പീരീഡ്സായി. ഞാനായിരിക്കും ഫ്രണ്ടിൽ പിള്ളേരുടെ കടയിൽ പോയി, കാരണം മിഠായി വാങ്ങണമല്ലോ അതിന് വേണ്ടിയിട്ട്. അപ്പം പിന്നെ അതൊരു നോർമൽ സംഭവമായിട്ട് വരും. പക്ഷേ ആർക്കും അങ്ങനെ അറിയത്തില്ല. പക്ഷേ ക്ലാസ്സിലൊന്നും ഡിസ്കസ് ഒന്നും ആരും ചെയ്യില്ല, കാരണം ബോയ്സ് കേൾക്കും, അങ്ങനെയുള്ളൊരു ഇത്. അതിപ്പോഴും ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. അന്നൊക്കെ ആ ഒരു ടൈമിലൊക്കെ ഭയങ്കര ഇതായിരുന്നു. ആൻഡ് ഐ എം ലൈക്ക് ഓപ്പൺ. എനിക്ക് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മളിപ്പം കാര്യങ്ങളൊന്നും അല്ലല്ലോ. പിന്നെ എനിക്ക് എൻ്റെ ഉള്ളിൽ കിടക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് പീരീഡ്സ് ആയി കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ നോമ്പ് എങ്ങാണ്ടുണ്ടായിരുന്നു. ഐ തിങ്ക് സോ, നോമ്പോ കാര്യങ്ങളെങ്ങാണ്ട് ഉണ്ടായിരുന്നു. എന്നേരം എനിക്ക് നോമ്പില്ല. എനിക്ക് എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവർ ഉമ്മച്ചി എനിക്ക് എന്ത് ചെയ്ത് തരുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഉമ്മച്ചി ഒരു ബിരിയാണി ഉണ്ടാക്കും, ഒത്തിരി നെയ്യൊക്കെ ഒഴിച്ച് എനിക്ക് വേണ്ടി സെപ്പറേറ്റ്. നോമ്പിൻ്റെ ടൈമിലല്ല, അതല്ലാണ്ട് എനിക്ക് എപ്പോഴും ഒത്തിരി ബിരിയാണി ഉണ്ടാക്കി തരുമായിരുന്നു. എനിക്ക് എല്ലാ ദിവസവും ബിരിയാണി ആയിരുന്നു വീട്ടിൽ, ഒത്തിരി നെയ്യൊക്കെ ഒഴിച്ചിട്ട്. അപ്പോൾ അതൊക്കെ എൻ്റെ ഒരു ഓർമ്മ കേട്ടോ. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ അപ്പോഴും എനിക്ക് കുറേ ഡൗട്ട്സ് ഉണ്ടായിരുന്നു, എന്തുകൊണ്ടാണ് കുറച്ചൊരു എന്താ പറയുക, നമ്മുടെ ബ്ലഡ് ഭയങ്കര ലൂസായിട്ട് പോകുക. അതിപ്പോൾ ഞാൻ കൈ മുറിച്ചു കഴിഞ്ഞാൽ ബ്ലഡ് ലൂസായിട്ടല്ലേ പോവുക, കട്ടകളായിട്ട് വരില്ലല്ലോ. അപ്പോൾ അങ്ങനെ കുറേ ഡൗട്ട്സ് എനിക്ക് ആ ഒരു ടൈമിലുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ഞാൻ ക്ലിയർ ചെയ്യാൻ പോയില്ല. മേ ബി ഒക്കെ നോർമലായിരിക്കും എന്നുള്ളൊരു ചിന്തയായിരുന്നു. അങ്ങനെയൊക്കെയായിരുന്നു എൻ്റെ കാര്യങ്ങൾ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഓർമ്മയിൽ എൻ്റെ ഫസ്റ്റ് പീരിയഡ്സ് എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോഴത്തേക്കും. പിന്നെ ഇപ്പം അങ്ങനെയാണല്ലോ. ലൈക്ക് ഞാൻ ഇപ്പോൾ ഫസ്റ്റ് പീരീഡ്സ് ആവാൻ പോകുന്നൊരു കുട്ടിയുടെ അടുത്ത് ഞാൻ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതൊരിക്കലും ഒരു മോശമായിട്ടുള്ള കാര്യമല്ല. ഇത് എല്ലാവർക്കും വരുന്ന കാര്യമാണ്, ഇതെല്ലാവർക്കും അറിയാം. നമ്മൾ ഓർക്കും ഇത് ആർക്കും അറിയത്തില്ല, ബോയ്സിന് അറിയത്തുണ്ടാവില്ല എന്നുള്ളൊരിത് നമ്മൾ ആലോചിക്കും. പക്ഷെ ഇതെല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. പിന്നെ അത് ഓരോ ആൾക്കാർ എടുക്കുന്ന രീതി പോലെ ഇരിക്കും. ചിലർക്കിത് ചള്ള് കാര്യമാണ്, ചിലർക്കിത് നല്ല കാര്യമാണ്, ചിലർക്കിത് നോർമൽ കാര്യമാണ്. ആൻഡ് പിന്നെ പെയിനിൻ്റെ കേസ് പറയുമ്പോൾ, പെയിനും ഇപ്പോൾ പറയും പോലെ എല്ലാവർക്കും ഒരുപോലെ ആവണമെന്നില്ല. ഞാൻ പണ്ട് എനിക്ക് തോന്നിയിട്ടുണ്ടോ, എനിക്ക് പീരീഡ്സ് ആയ ടൈമിൽ എനിക്ക് പെയിനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. എൻ്റെ ഫ്രണ്ട്സൊക്കെ പെയിനെടുത്ത് പൊളഞ്ഞ് മരിച്ച് ബെഡിൽ കിടക്കണം ഞാൻ കണ്ടിട്ടുണ്ട്. കുറേ പേര് ഇഞ്ചക്ഷൻ എടുത്തു എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ഐ ആം ലൈക്ക്, എന്തിനാ ഇങ്ങനെ ഈ എന്താ പറയുക, ഒരുമാതിരി കിടന്ന് കാണിക്കുന്നത്, ഇതൊക്കെ ചെറിയൊരു കാര്യമില്ല, ആർക്കും വേദനയില്ല. അങ്ങനെയായിരുന്നു എൻ്റെ മൈൻഡിൽ. കാരണം നമുക്ക് എൻ്റെ വീട്ടിൽ എൻ്റെ ഉമ്മച്ചിക്കൊന്നും ഇങ്ങനെ വേദന വന്നൊന്നും ഞാൻ കണ്ടിട്ടില്ല. അപ്പം എനിക്കും പേഴ്സണലി എക്സ്പീരിയൻസ് ഇല്ലാത്ത, പക്ഷെ നമ്മൾ അങ്ങനെയല്ലേ ചിന്തിക്കുള്ളൂ. പക്ഷെ ഇപ്പം എനിക്കറിയാം, അന്ന് ഞാൻ അങ്ങനെ എൻ്റെ ബോധ്യത്തിൽ ചിന്തിച്ചുകൊണ്ട് പോയത്, എന്തിനിങ്ങനെ ഓവർ റിയാക്ട് ചെയ്യുന്ന, ചുമ്മാ ആൾക്കാരെ കാണിക്കാൻ വേണ്ടി എന്നുള്ളൊരു മൈൻഡിലുണ്ടായിരുന്നു കേട്ടോ എനിക്ക്. ഇപ്പം അങ്ങനെയൊന്നുമില്ല കേട്ടോ, ഇപ്പം എനിക്കറിയാം. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഏതെങ്കിലും ഫ്രണ്ട്സിനെയൊക്കെ കാണുകയാണെങ്കിലും പലർക്കും പല ഇതായിരിക്കും, പലർക്കും പല ഫ്ലോ ആയിരിക്കും, പലർക്കും പല ബുദ്ധിമുട്ടുകളായിരിക്കും. എനിക്ക്
പിന്നെ അങ്ങനെ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഞാൻ നോർമലായിരുന്നു. പിന്നെ എനിക്ക് ആകെ ഒരു ഇറിറ്റേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പീരീഡ്സ് ആവുന്ന ടൈമിൽ എനിക്ക് ഫുഡ് കഴിക്കാൻ അങ്ങനെ തോന്നില്ല ഒത്തിരി. ഇപ്പോൾ കേട്ടോ നിലവിൽ ഇപ്പോൾ എനിക്ക് ഫുഡ് കഴിക്കാൻ തോന്നില്ല. അന്ന് എനിക്ക് എങ്ങനെയാണെന്ന് എനിക്കല്ല. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, എനിക്ക് പീരീഡ്സ് ആയ ടൈമിൽ ഞാൻ പറഞ്ഞു 8 വെച്ച പീരീഡ്സ് ആയിരുന്നു. അപ്പം നമുക്ക് ഈ കുറച്ച് കുളിച്ച് കഴിഞ്ഞിട്ട് സ്വർണ്ണമൊക്കെ വാങ്ങിക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. എനിക്കറിയില്ല അതെല്ലാ മുസ്ലിംസും ചെയ്യുന്നതാണോ ഒന്നും, പക്ഷേ എൻ്റെ വീട്ടിലത് ചെയ്തായിരുന്നു. അപ്പം ഞാൻ ഉമ്മച്ചി രാവിലെ സ്വർണ്ണം വാങ്ങാൻ വേണ്ടി പോയി സ്കൂളിൽ എന്നിട്ട് ഉമ്മച്ചി കൊണ്ടുവിടുകയോ ചെയ്തത്. ക്ലാസ്സിൽ പോയപ്പോഴത്തേക്കും ക്ലാസ്സിൽ ടീച്ചർ ഉണ്ടായിരുന്നു. എവിടെ പോയേക്കുവാ? ഞാൻ പറഞ്ഞു ടീച്ചറെ സ്വർണം വാങ്ങാൻ പോയതായിരുന്നു. എല്ലാവരും അങ്ങ് ചിരി തുടങ്ങിയില്ലേ, കാരണം ആ ഒരു ടൈമിൽ അപ്പം കല്യാണത്തിനാണോ അങ്ങനെയുള്ളൊരു ഇത് വരുമല്ലോ, ലൈക്ക് എനിക്കിപ്പോഴും അത് ഓർക്കുന്നുണ്ട്. കാരണം അന്ന് എൻ്റെ ബോധത്തിൽ ഞാൻ എന്തിനാ കള്ളം പറയുന്നത് എന്നുള്ളൊരു ഇതായിരുന്നു എനിക്ക്. വേറെ എങ്ങോട്ടും പോയതല്ല, വേറെ എന്തെങ്കിലും പറഞ്ഞതായിരുന്നു. പക്ഷെ ഞാൻ അങ്ങനെ പറഞ്ഞില്ല, ഞാൻ ജസ്റ്റ് നോർമലായിട്ടുള്ള കാര്യം പറഞ്ഞു, ഇങ്ങനെ സ്വർണ്ണം വാങ്ങാൻ പോയതായിരുന്നു എന്ന് പറഞ്ഞു. പക്ഷെ ക്ലാസ്സിലൊക്കെ കയറ്റി, എന്നാലും എല്ലാവരുടെ മുമ്പിൽ അങ്ങനെ ഒരു ഇത് വന്നു കേട്ടോ. പിന്നെ അങ്ങനെ പീരീഡ്സിൻ്റെ വേറെ എക്സ്പീരിയൻസോ കാര്യങ്ങളൊന്നും എനിക്കില്ല. പിന്നെ ഞാൻ മെൻസ്ട്രൽ കപ്പ് ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. എനിക്ക് പേടിയാണ് മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ അത് യൂസ് ചെയ്തിട്ടില്ല. ഞാൻ ആകെ പാഡ്സ് മാത്രമാണ് യൂസ് ചെയ്തിട്ടുള്ളൂ. പിന്നെ കോട്ടൺ തുണി, സാധാ കോട്ടൺ തുണിയാണ് യൂസ് ചെയ്തിട്ടുള്ളൂ. പിന്നെ ടാമ്പോൺസോ കാര്യങ്ങളൊന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല. കാരണം എനിക്കിങ്ങനെ ഇൻസേർട്ട് ചെയ്യുന്ന സാധനങ്ങളൊക്കെ എനിക്ക് പേടിയാണ്. ലൈക്ക് പെയിൻ ആയിരിക്കും എന്ന് എൻ്റെ ഉള്ളിൽ എന്നോട് ആരോ വിളിച്ച് പറയും പോലെ. അതുകൊണ്ട് ഞാൻ ഇതുവരെ ഒന്നും ഇൻസേർട്ട് ചെയ്യുന്നതോ കാര്യങ്ങളൊന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല. മേ ബി നല്ലതായിരിക്കും മെൻസ്ട്രൽ കപ്പൊക്കെ യൂസ് ചെയ്യാത്ത, പക്ഷെ എനിക്ക് പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് നിങ്ങൾക്ക് ഏതാണോ സ്യൂട്ടബിൾ ആയിട്ട് തോന്നുന്നത് അത് യൂസ് ചെയ്യുക. എനിക്ക് പാഡ്സാണ് എപ്പോഴും ഓക്കെ. കാരണം മെൻസ്ട്രൽ കപ്പ് പേടി. അതുപോലെ ടാമ്പോൺസും പേടിയാണ്. ഇതൊക്കെ കയറിപ്പോയിട്ട് ഇനി തിരിച്ചു വന്നില്ലെങ്കിലോ കയറ്റി അങ്ങോട്ട് വിടാനുള്ളൊരു പേടിയുണ്ട്, പെയിനായിരിക്കും എന്ന് ഓർത്തിട്ട്. അതുപോലെ കയറിപ്പോയിട്ട് എങ്ങാനും ഇനി തിരിച്ചു വന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും എന്നുള്ളൊരു ചിന്തയുണ്ട്. തിരിച്ചു വരുമായിരിക്കും, എന്നാലും കയറ്റി വിടാൻ എനിക്ക് പേടിയാണ്. ഓക്കെ, അപ്പം അങ്ങനെ പിന്നെ എങ്ങനെയായിരിക്കും നടക്കുക, അങ്ങനെ കുറച്ചൊരു ബുദ്ധിമുട്ട്. ഓക്കെ, അപ്പം പല സാധനങ്ങൾ ഇപ്പം നമുക്ക് അവൈലബിൾ ആണ് മാർക്കറ്റിൽ ഇതിന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇതൊക്കെയാണ് എൻ്റെ ഫസ്റ്റ് പീരീഡ്സ് എക്സ്പീരിയൻസോ എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ എൻ്റെ മൈൻഡിൽ വേഗം വരുന്ന കാര്യങ്ങൾ. പിന്നെ അതുപോലെ നിങ്ങൾക്ക് ഇങ്ങനെ എന്തെങ്കിലും ഓപ്പൺ ടോക്കോ കാര്യങ്ങളൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം, അല്ലെങ്കിൽ പേഴ്സണലി മെസ്സേജ് അയക്കാം. ആൻഡ് നിങ്ങൾക്ക് നിങ്ങളുടെ ഫസ്റ്റ് പീരീഡ് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ പറയാം, ഇല്ലെങ്കിൽ എനിക്ക് പേഴ്സണലി ടെക്സ്റ്റ് ചെയ്യാം. ആർക്കെങ്കിലും എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ടിപ്സോ എന്തെങ്കിലും തരാൻ ഞാൻ അത്ര സ്യൂട്ടബിൾ ആയിട്ടുള്ള ആളൊന്നുമില്ല, എങ്കിലും എനിക്കൊണ്ട് അറിയാവുന്ന കാര്യങ്ങളെല്ലാം ഞാൻ ക്ലിയർ ചെയ്ത് തരാം. അപ്പോൾ നിങ്ങൾക്ക് ഓപ്പൺ ടോക്സ് ഇഷ്ടമാണെങ്കിൽ ചോദിക്കാം, നിങ്ങൾക്ക് എന്താണ് ഇനി അറിയേണ്ടതെന്ന് ചോദിച്ചോളൂ. ആൻഡ് ഇത്രേ ഉള്ളൂ. ആൻഡ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെയ്ക്കും ബൈ.